ഹായ് ഓൾ, ഐ എം ശ്രുതി ആൻഡ് വെൽക്കം ബാക്ക് ടു മാജിക്കൽ ഡിസ്കവറീസ്. അപ്പോൾ ഞങ്ങളിന്നൊരു ട്രിപ്പ് പോവാണ്. മൂകാംബികയ്ക്കാണ് പോകുന്നത്. ഗോവ ടു മൂകാംബിക ഏകദേശം ഒരു 260 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. പോകുന്ന വഴിയിലാണ് ഈ പാലോളിയം ബീച്ചൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ മുരുടേശ്വർ ടെമ്പിളും പാലോളിയം ബീച്ചൊക്കെ പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ അവിടെയൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം കാണാം. ഏകദേശം ഒരു 10 മണിയായപ്പോഴാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു കനാക്കോണ ഭാഗത്തേക്ക് എത്തുന്ന വഴിയാണ്. ഏകദേശം ഒരു വയനാട്ടിൽ പോകുന്നൊരു ഫീലാണ്. ഇവിടെ മുഴുവനും മലയും ചുരമൊക്കെ ആയിട്ട് ഇതിലൂടെയുള്ളൊരു യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. പോകുന്ന വഴിയിൽ കാണുന്നൊരു റെസ്റ്റോറൻ്റാണ്, മലയാളി റെസ്റ്റോറൻ്റാണ്. കനാക്കോണ എത്തുമ്പോൾ കാണുന്നതാണ് കറിച്ചട്ടി റെസ്റ്റോറൻ്റ് എന്നും പറഞ്ഞിട്ട്. ഇതുവഴി ട്രിപ്പ് പോകുന്നവർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിലെ ഭക്ഷണം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഏകദേശം ഒരു കുടിൽ സെറ്റപ്പിലാണ് അവരിതൊരു പ്രത്യേക രീതിയിലാണ് അവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലും നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ പാലോളിയം ബീച്ചിൽ എത്തിയിട്ടുണ്ട്. മഡ്ഗാവിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യം കാണാം. സൗത്ത് ഗോവയുടെ തെക്ക് ഭാഗത്തായി കനാക്കോണ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബീച്ചാണ് പാലോളിയം ബീച്ച്. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 35 കിലോമീറ്ററും ഗോവ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്ററും ഗോവയുടെ തലസ്ഥാനമായ പനാജിയിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്ററും യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരാം. കൂടാതെ പാലോളിയം ബീച്ചിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് കനാക്കോണ. ഇവിടെ നിന്ന് 10 മിനിറ്റ് ടാക്സിയിൽ യാത്ര ചെയ്താൽ ഈ ബീച്ചിൽ എത്തിച്ചേരാം. എല്ലാ വർഷവും നിരവധി സഞ്ചാരികൾ എത്തുന്ന ഈ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കടലിൻ്റെ ആഴം കുറവ്. അതിനാൽ തന്നെ കുട്ടികളെ കൂടി കടലിൽ ഇറങ്ങാനും മറ്റ് നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. പാലോളിയം ബീച്ചിൽ തൊട്ടായി കിടക്കുന്ന 3 സ്ഥലങ്ങളാണ് ബട്ടർഫ്ലൈ ദ്വീപ്, ഹണിമൂൺ, മങ്കി ദ്വീപ് എന്നിവ. ഈ സ്ഥലങ്ങളിലേക്കുള്ള സന്ദർശനമാണ് പാലോളിയം ബീച്ചിലെ മറ്റൊരു രസകരമായ കാര്യം. പാലോളിയം ബീച്ചിൽ നിന്ന് ചെയ്യാവുന്ന ഏറ്റവും രസകരമായൊരു കാര്യമാണ് ഡോൾഫിൻ ക്രൂയിസ്. ഡോൾഫിനുകളെ കാണാനുള്ളൊരു ബോട്ട് യാത്രയാണിത്. 400 രൂപ മുതൽ 1800 രൂപ വരെയാണ് ഇതിന് വരുന്ന ചിലവ്. കടലിലെ കയാക്കിംഗ് ആണ് പാലോളിയം ബീച്ചിലെ മറ്റൊരു ആകർഷണം. നമ്മൾ എത്തിയതൊരു ഉച്ച സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അധികം നേരം ബീച്ചിൽ ചിലവഴിച്ചിട്ടില്ല. ബീച്ചിൻ്റെ സൈഡുകളിലായിട്ടുള്ള ഷോപ്പുകളാണ്. ബാക്കി ബീച്ചുകളെ പോലെ തന്നെ പർച്ചേസിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. സ്ട്രീറ്റ് പർച്ചേസിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. ഒരു ദിവസം മുഴുവൻ ഇവിടെ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ബീച്ചിന് അധികം അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു വന്യജീവി സങ്കേതമാണ് കോട്ടിഗാവോ. ഒരു ഡേ ട്രിപ്പിന് സമയമുണ്ടെങ്കിൽ ഇവിടേക്കുള്ളൊരു യാത്ര കൂടെ ആകാം. ഭക്ഷണം കഴിക്കാനാണെങ്കിലും തൊട്ടടുത്തായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ അവൈലബിൾ ആണ്. സ്പാകളും മസാജ് പാർലറുകളും ഇവിടുത്തെ മറ്റൊരു ആകർഷണം കൂടെയാണ്. ചെരുപ്പുകൾ, ആഭരണങ്ങൾ, ഡ്രസ്സുകൾ, ബാഗുകൾ, കരകൗശല വസ്തുക്കൾ തുടങ്ങിയ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകളാണ് ഇവിടെ മൊത്തമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് സ്ട്രീറ്റ് കാഴ്ചകളും കൂടെ കാണാം.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് മുരുടേശ്വറിലേക്കാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ, ഹാവ് എ നൈസ് ഡേ.